ഹലോ ഹായ്. ഈവനിങ്ങിൽ പരിപാടിയിലേക്കാണ്. നാളത്തേക്ക് ദോശ ഇഡ്ഡലി എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ ഓൾറെഡി അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോറിന് പകരം ഇതിലേക്ക് നമ്മൾ പണ്ടൊക്കെ ചോറ് പണ്ടെന്നല്ല എപ്പോഴൊക്കെ അമ്മയ്ക്ക് ചോറ് ഇടാറുണ്ട്, അത് ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ ആട്ടുമ്പോൾ. അപ്പം ഞാനതിലേക്ക് ചോറില്ലാത്ത കാരണം അവിലാണ് ഇടുന്നത്. അവിലിട്ടാലും ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ, നല്ല സാധാരണ പോലെ തന്നെ നമുക്ക് കിട്ടും. അരിയും ഉഴുന്ന് ഉലുവ അവില് ഇത്രയും കാര്യങ്ങളാണ് ഇടുന്നത് കേട്ടോ. കുതിർക്കാൻ വെച്ച വെള്ളത്തിലേക്ക് തന്നെയാണ് ഞാൻ അവിലിട്ടിട്ട് അതൊന്നുകൂടി കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കളയാണ്. പിന്നെയും അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതിൽ നിന്നാണ് ഇതിലേക്ക് മിക്സിയിലേക്ക് ഇടുന്നത് കേട്ടോ. പക്ഷെ ആ വെള്ളം നമുക്ക് മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നില്ല. അതായത് ഒന്നും കൂടി വാഷ് ചെയ്തിട്ട് അതിലേക്ക് ഇടുന്ന പോലെയാണ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് വാവയും ഏട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി വേണ്ട, ദോശ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ കുറച്ച് 2-3 പ്രാവശ്യം ഇഡ്ഡലി കഴിച്ചുകൊണ്ട് ഇനി ദോശ മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇനി ദോശമാവിൻ്റെ പരുവത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കല്ലോ കേട്ടോ, കൈക്കൊരു വേദന വന്നു. അപ്പോൾ ആ കൈ ഒന്ന് റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ കൈയിൻ്റെ ഷോൾഡറിൻ്റെ അവിടുന്ന് കൈയിൻ്റെ വിരൽ ഭാഗം വരെ ഇടയ്ക്ക് എന്നല്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ആ കൈ കൊണ്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പെയിന് വരും. അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഇങ്ങനെ നിന്നതാണ് കേട്ടോ. അപ്പം ഈ പാത്രത്തിലെ വെള്ളം ഫുള്ള് ഒഴിവാക്കിയിട്ട് മിക്സിയിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ദോശമാവ് റെഡിയാക്കുകയാണ്. പണ്ടൊക്കെ ആട്ടമ്മിയിലാണ് ആട്ടുക കേട്ടോ, അല്ലേ? ഞങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു, അമ്മയും വല്യമ്മയൊക്കെ ആട്ടമ്മിയിൽ ആട്ടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കല്ലിൻ്റെ ആട്ടമ്മി, ഉരല്, അമ്മി, അതായത് അരകല്ല്, ഇതൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ കേട്ടോ. ഇപ്പം തോന്നുന്ന അമ്മി ഉണ്ട് വീട്ടിൽ, ആട്ടമ്മി ഉരകല്ലും എനിക്ക് എവിടെയാണെന്നുള്ളത് ഓർമ്മയില്ല. അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് എവിടെയെങ്കിലും മിസ്സായോ എവിടെയും പോയോന്നൊന്നും അറിയില്ല. അമ്മി ഉണ്ട്, അമ്മി എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഈ മിക്സിയിൽ മാവ് റെഡിയാക്കുമ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കും. വേറെ പണിയില്ലല്ലോ, കൈ ഇങ്ങനെ അതിൻ്റെ മേലും വെച്ച് കൈ വെക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു സേഫ്റ്റിക്ക് അത് മൂടി തുറന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വാവ വന്നിട്ട് എന്തൊക്കെയോ വികൃതി കളിക്കുന്നുണ്ട്, അതാണ് ഞാനിങ്ങനെ കണ്ണുരുട്ടുന്നത് കേട്ടോ. അങ്ങനെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ചവ്വരിയില്ലേ, അതുകൊണ്ട് ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പായസം എൻ്റെ കറക്റ്റ് അതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഈ പഴമൊക്കെ ഇട്ടിട്ട്, പഴം, തേങ്ങാപ്പാൽ, ചവ്വരിയൊക്കെ വേവിച്ചിട്ട് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അത് ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദോശമാവ് അപ്പോൾ മൂടി എടുത്ത് വയ്ക്കുന്നത്, നാളെ രാവിലെ എടുക്കാമല്ലോ. അപ്പോൾ ചവ്വരി ഇതാണ്, കുറച്ചധികം ഉണ്ട് കേട്ടോ. ഞാൻ വാങ്ങിച്ചേരെ ഇപ്പോഴാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഒരു പാത്രത്തിൽ ഈ ഒരു ബോട്ടിൽ ഇട്ടുവെച്ചതാണ്. അപ്പം ഇത് ആദ്യം ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം. ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. അപ്പം കയ്യിൽ ഇപ്പോൾ പഴമില്ല, അപ്പോൾ ഏട്ടൻ വരുമ്പോൾ പഴം കൊണ്ടുവരണം. അപ്പോൾ അപ്പോഴേക്ക് ഇതൊന്ന് വേവിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ട് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക, കുറച്ച് ഉപ്പ് അതും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം. ചവ്വരി, സൗരരി, സാബുന്താന എന്നൊക്കെ പറയും. സാബുന്താന എന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദിയിലാണ് തോന്നുന്നുണ്ട്. അപ്പം ഇത് എന്താണെന്ന് അറിയോ? ഇത് നമ്മളുടെ കപ്പയാണ്. ഒരുപാട് പേർക്ക് അറിയാൻ മതിയാവും, ചിലർക്കൊന്നും അറിയൂല. ഇപ്പോഴും ഈ ചവ്വരി എന്താണെന്നുള്ളത് അറിയില്ല. ഇത് സ്റ്റാർച്ചായിട്ട് ഉപയോഗിക്കുന്നൊക്കെ അറിയാം. പക്ഷെ ഇത് നമ്മളുടെ കപ്പ ഉണ്ടല്ലോ, ടാപ്പിയോക്ക, അതിൻ്റെ പൗഡർ കൊണ്ട് അത് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ചവ്വരി എന്ന് പറയുന്നത്. അപ്പം ആദ്യമൊക്കെ ഇത് വീട്ടിലൊക്കെ ഉണ്ടാക്കിയിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പലപ്പോഴും ഉണ്ടാക്കുമ്പം അത്രയ്ക്കും അങ്ങോട്ട് ഫെയിലായി പോവാറാണ് കേട്ടോ. ഇടയ്ക്ക് വാവ വന്നിട്ട് ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ വാവനെ കാണുന്നത്
അത് അച്ഛൻ ഇട്ടാളാൻ കൊണ്ടുവച്ചതാ വെളിക്ക് പറ്റിച്ചിട്ടിട്ട് കേരളം വിട്ട് കഴിഞ്ഞാൽ തേങ്ങയ്ക്ക് വളരെ ഉപയോഗം കുറവാണ് കേട്ടോ. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വാങ്ങിക്കലുള്ളൂ. നാളെ ദോശയ്ക്ക് ചട്നി ആക്കാനും ഇന്ന് ഈ ചവ്വരി പായസത്തിലേക്ക് എടുക്കാനും വേണ്ടിയിട്ടാണ് വാങ്ങിയത്. ഇതാണ് ഞങ്ങളുടെ ചിരവ. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇവിടെ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ഇതാകാം. പക്ഷെ ഇതൊരു സ്ലോപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ കണ്ടോ ഒരു ബീഡിങ് പോലെ വെച്ചുകൊണ്ട് ഒരു സ്ലോപ്പായിട്ട് നിൽക്കും. സ്ട്രെയിറ്റിൽ ഏരിയ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. എനിക്കിതാകാൻ പറ്റൂല. പിന്നെ ഞാനിതാ മുതിര വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കും കൂടി കുറച്ച് തേങ്ങാപ്പാൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഏട്ടനെ വെയിറ്റ് ചെയ്യാണ്. തേങ്ങ പൊട്ടിക്കാനും തേങ്ങ ഇതാകാനൊക്കെ വേണം. ഡെയിലി സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങുന്ന സാധനങ്ങളുടെ ബില്ലാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് അത് എഴുതി വെക്കും. എങ്ങനെ ഏകദേശം ഒരു ചിലവ് എത്ര ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ എഴുതാൻ വിട്ടുപോയത്. അപ്പോൾ ഞാനിങ്ങനെ കിച്ചണിൽ സാധനം കൊണ്ടുവരുമ്പോൾ ബില്ലിങ്ങനെ അവിടെ എടുത്ത് വെക്കും. അപ്പോൾ ഇനി ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് എഴുതി വെക്കണം. അപ്പോൾ ഏകദേശം നമുക്കറിയാലോ ഒരു മാസം എത്ര ഉണ്ടാവും അങ്ങനെ നോക്കാനാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്നു. ഏട്ടൻ എനിക്ക് തേങ്ങയൊക്കെ റെഡിയാക്കി തരികയാണ്. ഇപ്പോൾ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. കുറേ പറയാനൊന്നും ഉണ്ടാവില്ല. എന്നാലും ചിലപ്പോൾ വർക്ക് സൈറ്റിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ കോള് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും വിശേഷം പറഞ്ഞതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ പറയേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഇത് റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചവ്വരി റെഡി ആയിട്ടുണ്ടായിരുന്നു. പഴം ഏട്ടൻ വരുമ്പോഴാണ് കൊണ്ടുവന്നത്. ഇല്ലെങ്കിൽ ആദ്യം അതിൻ്റെ കൂടെ ഇട്ട് വേവിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഒന്നും കൂടി ഇട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. പഴം കുറച്ചങ്ങോട്ട് പഴുത്തിട്ടില്ല എന്നാണ്. കാരണം ഇതിലേക്കൊക്കെ എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. അപ്പം എന്നാലും ഞാനത് കട്ട് ചെയ്തിട്ട് ഒരു ഏലക്കായും ഇട്ട് കുറച്ച് പഞ്ചസാരയും ഇട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര. ആക്ച്വലി ഡോക്ടർ ഷുഗർ കുറയ്ക്കാൻ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇതുപോലെ ഓരോ മധുരപലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷുഗർ കുറയ്ക്കാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഷുഗറല്ല, വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറയ്ക്കുക, ഷുഗർ ഒന്ന് കുറച്ച് ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞത് കേട്ടോ. ആക്ച്വലി എന്നെ കണ്ടാൽ ചിലപ്പോൾ കൂടുതൽ വെയിറ്റ് ഒന്നും തോന്നില്ല. പക്ഷെ ഹൈറ്റിനൊത്ത വെയിറ്റ് എന്ന് പറയല്ലോ, അതും എൻ്റെ ആരോഗ്യപരമായിട്ട് എനിക്ക് വെയിറ്റ് കൂടാൻ പാടില്ല. അതുകൊണ്ടാണ് വെയിറ്റ് ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ ശ്രമിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ആക്ച്വലി ഞാൻ അതിനുള്ള ഡയറ്റൊന്നും ഞാൻ എടുക്കുന്നൊന്നുമില്ല. മിതമായിട്ടുള്ള ഭക്ഷണമൊക്കെ തന്നെ പണ്ടും ഇപ്പോഴൊക്കെ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിൽ തന്നെ ആണ് മുന്നോട്ട് പോകുന്നത്. കുറച്ചും കൂടി നോക്കട്ടെ. ഇനിയും വെയിറ്റ് കൂടി വരികയാണെങ്കിൽ ഡയറ്റ് പ്ലാൻ എന്തെങ്കിലും എടുക്കേണ്ടി വരും. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ അതിലൊഴിച്ച് പഴം ഞാൻ വേവിക്കാൻ വെച്ചിരുന്നല്ലോ, അത് വെന്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് ലാസ്റ്റ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു. അതുപോലെ ഞാൻ മുതിര വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്കും തേങ്ങാപ്പാൽ ഒഴിച്ചു. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഏട്ടൻ വന്നിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ വേഗം 2 പ്ലേറ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ കുറച്ച് വേഗം ചൂട് തണുക്കും. ഈ കാണുന്ന ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇനി ഞങ്ങൾ കഴിക്കട്ടെ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നികിത റബിൽ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ബൈ.